എങ്ങനെയാണ് കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തിയത് എന്നത് സംബന്ധിച്ച തർക്കം മുറുകുകയാണ്. മുൻ ഡി.ജി.പി ലോക്നാഥ് ബെഹ്റയാണ് അതിനായി ചരട് വലിച്ചതെന്നാണ് പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളിയ പത്മജ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാനും കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ചിരുന്നു. തന്നെ ഡൽഹിയിൽ നിന്നും ബി.ജെ.പി നേതാക്കൾ നേരിട്ട് വിളിക്കുകയായിരുന്നു എന്നാണ് പത്മജ പറയുന്നത്. കോൺഗ്രസിലെ പോലെ തന്നെ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്കിടയിലും ഈ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനിടെ കെ സുരേന്ദ്രൻ മുരളീധരനെ ശിഖണ്ഡി എന്ന് വിളിച്ചു. അതിന് പകരമായി സുരേന്ദ്രനെ ഒറ്റുകാരൻ എന്ന് മുരളീധരൻ വിളിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പത്മജയെ ബി.ജെ.പിയിൽ എത്തിച്ചതിൽ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്ക് ഒരു പങ്കുമില്ലെന്നാണ് അറിയുന്നത്. പത്മജ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തുന്ന വിവരം തലേന്ന് മാത്രമാണ് കേരളത്തിലെ പല ബി.ജെ.പി നേതാക്കളും അറിഞ്ഞത്. ഇത്ര രഹസ്യമായി എല്ലാ കരുക്കളും നീക്കിയത് ഒരു മലയാളിയാണ് എന്നാണ് പറയുന്നത്. ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി അരവിന്ദ് മേനോനാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരള രാഷ്ട്രീയത്തിൽ അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു മലയാളിയാണ് അരവിന്ദ് മേനോൻ. ഇപ്പോൾ കേരളത്തിലെ ഓപ്പറേഷൻ താമരയുടെ ചുക്കാൻ പിടിക്കുന്നതും അദ്ദേഹമാണ്. കേരളത്തിൽ ജനിച്ച് വാരണാസിയിൽ വളർന്ന് രാജ്യമാകെ ബി.ജെ.പിയുടെ വേരുകൾ ശക്തിപ്പെടുത്താൻ കരുനീക്കം നടത്തുന്ന നേതാവാണ് ബി.ജെ.പി ദേശീയ സെക്രട്ടറി കൂടിയായ അരവിന്ദ് മേനോൻ. ബി.ജെ.പി ദേശീയ തലത്തിൽ ഉള്ളവരെ സംബന്ധിച്ച് അസാധ്യം എന്ന് കരുതുന്ന ഏത് ദൗത്യവും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ സാധ്യമാക്കി മാറ്റുന്ന രാഷ്ട്രീയ ചാണക്യനാണ് ഈ തൃശ്ശൂർ സ്വദേശി എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ ജനിച്ച അരവിന്ദ് മേനോൻ പഠിച്ചതും വളർന്നതുമെല്ലാം നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ്. ബനാറസ് സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ അരവിന്ദ് RSSൽ നിന്നാണ് ബി.ജെ.പിയിൽ എത്തിയത്. 2003 മുതൽ മധ്യപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ്റെ വിശ്വസ്തനായിരുന്ന മേനോൻ സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്ന പ്രധാന നേതാക്കളിൽ ഒരാളായി മാറിയിരുന്നു. അരവിന്ദ് മേനോൻ്റെ സംഘടനാ മികവും രാഷ്ട്രീയത്തിലെ കൗശലങ്ങളും തിരിച്ചറിഞ്ഞ ബി.ജെ.പി ദേശീയ നേതൃത്വം അയാളെ ദേശീയ ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. 2014 ബീഹാറിലും 2017 ഉത്തർപ്രദേശിലും പാർട്ടിയുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ അരവിന്ദിൻ്റെ കൈകളാണ്. നന്നായി ബംഗാളി സംസാരിക്കുന്ന അരവിന്ദിനെ പിന്നീട് പാർട്ടി നിയോഗിച്ചത് പശ്ചിമ ബംഗാളിലാണ്. ബി.ജെ.പിക്ക് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാതിരുന്ന പശ്ചിമ ബംഗാളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. വളരെ ഭംഗിയായി തന്നെ അതും അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പാക്കി. ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ടിലും അത് കാണാം എന്നാണ് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ വർഷം തെലങ്കാനയുടെ സഹപ്രഭാരിയായി മേനോനെ പാർട്ടി നിയോഗിച്ചു. ഇതിനിടയിലാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന ദൗത്യവും മേനോനെ ബി.ജെ.പി ഏൽപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തിയ അബ്ദുള്ള കുട്ടിയും അനിൽ ആൻ്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് വലിയ അടുപ്പമുണ്ട്. അധികാരമില്ലാതെയും അസംതൃപ്തരായും നിൽക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിനകത്തുണ്ട്. എന്നാൽ അവരെ ആരെയും ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് മേനോനെ ബി.ജെ.പി പുതിയ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ട്. ഇനിയും കോൺഗ്രസിലെ പലരും ബി.ജെ.പിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്.